ഒരു ദിവസം ചുമ്മാ ഇൻസ്റ്റാഗ്രാമിനകത്ത് റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയൊരു ബുദ്ധി എന്നല്ല വേണേ മണ്ടത്തരം എന്ന് വേണേൽ പറയാം. ഹലോ ഹായ്. അപ്പോൾ നിങ്ങൾ ഇന്നേ വരെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ഫോട്ടോസ് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യാം. ഓൾ ഗുഡ്. അപ്പോൾ ഞാൻ ആ ഫോട്ടോസെല്ലാം എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ അക്കൗണ്ടിനകത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. എന്ത് പറയാനാ, ആ റീൽസ് ചെറുതായിട്ട് അങ്ങോട്ടൊന്ന് വൈറലായി. പിന്നെ എനിക്ക് മെയിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത്രത്തോളം ഫോട്ടോസാണ് എഡിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. എന്നാലും എൻ്റെ അടുത്ത് ഈ ചതി വേണ്ടായിരുന്നു. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കും. പക്ഷേ ഇത്രത്തോളം ഫോട്ടോ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മളിന്ന് കുറച്ച് ഫോട്ടോസ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോർട്ട് ചെയ്ത ഫോട്ടോസാണ് നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത കുറച്ച് ഫോട്ടോസ് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതിൻ്റെയും കുറച്ച് ഫോട്ടോസ് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ആയിട്ട് ഒരു സീരീസ് ആയിട്ട് നമുക്ക് ഇതിനെ അങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഇതിനൊരു അവസാനം ഉണ്ടാവില്ലല്ലേ, കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ. ജസ്റ്റ് ഒരു റഫ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 17,821 ഫോട്ടോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഒരു വീഡിയോനകത്ത് നമ്മളൊരു 7 ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്യണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2,546 വീഡിയോസ് വേണ്ടി വരും ഇത് മുഴുവനായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോവല്ലേ. ഹായ്, വെൽക്കം ബാക്ക്. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 7 ഫോട്ടോസ് എഡിറ്റ് ചെയ്യണം. ഓക്കെ, 7 1 by 1 ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആൻഡ് നിങ്ങൾക്ക് വല്ല ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാനും ക്യാമറയും തമ്മിൽ ഇതുപോലത്തെ ഒരു 5 കൈ ഡിഫറൻസ് ഉണ്ട്. 5 കൈ ഇതുപോലെ വെച്ചാൽ ക്യാമറയുടെ അടുത്തുള്ള അത്ര ദൂരെയാണ് ക്യാമറ കൊണ്ട് വെച്ചിട്ടുള്ളത്. ബിക്കോസ് അത് 50 mm ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കിട്ടണില്ല, അത്ര ദൂരെ വെക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ക്യാമറ നൈസായിട്ട് താഴെയിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലെൻസ്. അതിനെ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുന്നവരെന്നെ എന്തിലായിരിക്കും ഷൂട്ട് ചെയ്യേണ്ടാവും. എൻ്റെ ലൈറ്റൊക്കെ പട്ടി ശോകമാണെന്ന് അറിയാം. പ്ലീസ് ബെയർ വിത്ത് മീ ഇഫ് യു ഹാവ് എനി ഡിസ്കംഫർട്ട് ഓർ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേറെ വഴിയൊന്നുമില്ല. ഓൾ ഗുഡ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫോട്ടോ തുടങ്ങിയല്ലേ. യെസ്, അപ്പം ഈ ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളത് ഈ പുള്ളിക്കാരനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പുള്ളിയുടെ നെയിം. യെസ്, പൊളിയായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതുപോലെയുള്ള കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഫസ്റ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് എന്തൊക്കെ നോർമലായിട്ട് ചെയ്യാം അത് മൊത്തം ഞാൻ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ താഴെ ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ വരെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ് കാര്യങ്ങൾ അത് മൊത്തം ചെയ്തിട്ട് കളറിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുക, എഫക്റ്റിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഫോട്ടോ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുകയാണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലൈറ്റ് ഒന്ന് തുടങ്ങാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോനെ ഏറെക്കുറെ എഡിറ്റ് ചെയ്ത് കുഴപ്പമില്ലാത്ത രൂപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യു ക്യാൻ സീ ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓഫ് ദിസ് ഫോട്ടോ. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ ഓഫ് ദ ഫോട്ടോ ആൻഡ് ഒബ്വിയസ്ലി ദിസ് ഈസ് ദി ആഫ്റ്റർ ഓഫ് ദ ഫോട്ടോ. കൊള്ളാല്ലേ. മൂവിങ് ഓൺ ടു നമ്പർ 2. രണ്ടാമത്തെ ഫോട്ടോ ഏതാണെന്ന് നമുക്ക് നോക്കാം. എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചുമ്മാ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ രണ്ടാമത്തെ ഫോട്ടോ ആയിട്ട് സൂപ്പറായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ക്യാപ്ചർ ചെയ്ത പുള്ളിയുടെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ ഫോട്ടോസും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ സെൻഡിങ് ഇത്രയും അധികം 17,000 ഫോട്ടോസ് സെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്നാലും ശരി, നമുക്കിത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ബട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഇപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഫുൾ ടൈം ലാപ്സ് ഇട്ടല്ലേ നമ്മൾ കാണിച്ചു തന്നത്. ബിക്കോസ് അത്ര ടൈം എടുക്കും നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് പറയാം. അപ്പോൾ നമുക്ക് ടൈം ചുരുക്കിയിട്ട് എങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരവുള്ളൂ, പ്രീസെറ്റ് ഇട്ട് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആകെ 5-6 സെക്കൻഡിൻ്റെ ആവശ്യമുള്ളൂ. ടക ഫോട്ടോ എഡിറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് പ്രീസെറ്റ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുകയെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് കാണിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അവർ ഫോട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം പ്രീസെറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രീസെറ്റ് എടുക്കും. ഇപ്പോൾ അർബൻ ലൈറ്റ്സ് എടുത്തെന്ന് വെച്ചാൽ ഇതിൽ മുകളിൽ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക, കോപ്പി സെറ്റിങ്സ് കൊടുക്കുക, അങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഓക്കെ, മുകളിൽ ടിക്ക് കൊടുക്കാൻ, ബാക്ക് വരിക, എന്നിട്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ എടുക്കുക. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ മുകളിൽ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് സെറ്റിങ്സ് എന്നാണല്ലോ, പേസ്റ്റ് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ദിസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദി ആഫ്റ്റർ. എനിക്ക് കാര്യമായിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് വേറെ പ്രീസെറ്റും കൂടി ഇട്ട് നോക്കാം. മുകളിൽ അണ്ടു ഉണ്ടല്ലോ, അണ്ടു കൊടുത്തതെന്ന് വെച്ചാൽ പഴയ ഫോമിലേക്ക് നിർത്തും. പിന്നെയും ബാക്കിൽ വരിക, വേറൊരു പ്രീസെറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മേ ബി ഈ ഒരു പ്രീസെറ്റ് എന്ന് വെച്ചാൽ പീക്കി പില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മുകളിൽ 3 ഡോട്ട് ടച്ച് ചെയ്യുക, ആൻഡ് കോപ്പി സെറ്റിങ്സ് കൊടുക്കുക. അതേപോലെ തന്നെ കുറേ വന്നിട്ടുണ്ട്, ടിക്ക് കൊടുക്കുക, ബാക്ക് വരിക, ആൻഡ് യു ക്യാൻ സീ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. ഒബ്വിയസ്ലി 3 ഡോട്ട്സ്, പേസ്റ്റ് സെറ്റിങ്സ്. യെസ്, ദിസ് ലുക്സ് ബെറ്റർ അല്ലേ, അടിപൊളിയല്ലേ. ജസ്റ്റ് ഒറ്റ ക്ലിക്കിൽ പേസ്റ്റ് സെറ്റിങ്സ് കൊടുത്തപ്പോൾ തന്നെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടി അല്ലേ. അപ്പം ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് പ്രീസെറ്റിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. പിക്ചർ കഴിഞ്ഞു, എഡിറ്റിങ് കഴിഞ്ഞു, ഫയർ കഴിഞ്ഞു പരിപാടി. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സേവ് ആക്കാം. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ഒബ്വിയസ്ലി ദിസ് ഈസ് ദി ആഫ്റ്റർ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു നമ്പർ 3. മൂന്നാമതുള്ളൊരു ഫോട്ടോ. ഇപ്പോൾ ഏത് ഫോട്ടോ എന്ന് വെച്ചാൽ മേ ബി ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചോ. യെസ്, അപ്പം ഈ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണം. ബട്ട് ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, കുറച്ച് പിക്സൽ സ്പ്രെഡ് ഉണ്ട്. അതായത് ഫോട്ടോ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ
അതിൻ്റെ റെസൊല്യൂഷൻ കുറവായതുകൊണ്ട് കുറച്ച് പിക്സൽ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. ബട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ സൂര്യൻ്റെ ഹാലോ ഒക്കെ ചുറ്റും ഇങ്ങനെ വന്നിട്ടുണ്ട്. മേ ബി എഡിറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റിയിരിക്കും. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് എഡിറ്റിംഗ് മാനുവലി. പ്രീസെറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഈ വട്ടം സിമ്പിളായിട്ട് മാനുവലായിട്ട് എഡിറ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ വരണമെന്ന്. ലെറ്റ് സ്റ്റാർട്ട്. അപ്പം നിങ്ങൾക്കിത് ടൈം ലാപ്സ് ആയിട്ടാണ് കാണാൻ പറ്റുക, ഫാസ്റ്റായിട്ടാണ് കാണാൻ പറ്റുക. പ്ലീസ് ബെയർ വിത്ത് മീ, ബിക്കോസ് അത്രത്തോളം എഡിറ്റിംഗ് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ 1 മണിക്കൂർ മേലെ പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിക്ചറിൽ കുറച്ച് പിക്സൽ സ്പ്രെഡായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും പിക്സൽ സ്പ്രെഡായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, റെസൊല്യൂഷൻ കുറച്ച് വെച്ച് ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ ഇതുപോലെ പിക്സൽ സ്പ്രെഡായി കിട്ടും. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര ചൊറയായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഫോട്ടോ നല്ലൊരു ഫോട്ടോ ആണ്, ബട്ട് ആ പിക്സലിൻ്റെ സീന് മാത്രമേ നമുക്കുള്ളൂ. ബട്ട് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആൻഡ് ഐ വിൽ ഷോ യു ദ ബിഫോർ. ദിസ് ഈസ് ദ ബിഫോർ ഓഫ് ദ ഫോട്ടോ ആൻഡ് ദിസ് ഈസ് ദി ആഫ്റ്റർ ഓഫ് ദ ഫോട്ടോ. പൊളിയല്ലേ? യെസ്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ഫോട്ടോ നമ്പർ 4. ഫോട്ടോ നമ്പർ 4 നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ആന വാല ഹേ. അപ്പം ഈ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഒബിയസ്ലി പ്രീസെറ്റ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കൊന്നും കൂടി ടൈം സേവ് ചെയ്യാലോ. പൊളി. അപ്പോൾ നമുക്കിതെന്താ ചെയ്യേണ്ടത്? ഇതൊന്നും ചെയ്യേണ്ട. ആദ്യം പ്രീസെറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രീസെറ്റ് ഓപ്പൺ ചെയ്യാം. മേ ബി ഇങ്ങനെ വന്നു വെച്ചാൽ ടോട്ടൽ ടൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീസെറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വന്തം പ്രീസെറ്റ് ആട്ടോ. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെന്ന് ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രീസെറ്റ് ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ പടാന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യം സിമ്പിൾ. അപ്പോൾ കോപ്പി സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോപ്പി സാധനം വരും. ഓക്കെ ടിക്ക് കൊടുത്ത് ബാക്ക് വന്ന് നമ്മുടെ ആനക്കുട്ടനെ എടുത്ത് ആൻഡ് മുകളിൽ 3 ഡോട്ട്സ് ആൻഡ് പേസ്റ്റ് സെറ്റിങ്സ് കൊടുത്തു. കുഴപ്പമില്ല. ദിസ് ഈസ് ദി ബിഫോർ ആൻഡ് ദിസ് ഈസ് ദി ആഫ്റ്റർ. വലിയ മോശമില്ല, എന്നാലും എനിക്ക് കുറച്ചും കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്തു ഒന്നും കൂടി പൊളിയായിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ അണ്ടു കൊടുക്കുക, ബാക്കിൽ വരിക. മേ ബി ഇനി വേറൊരു പ്രീസെറ്റ് എടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മേ ബി ദിസ് ബാറ്റിൽ ഷിപ്പ് എടുക്കുക. കോപ്പി സെറ്റിങ്സ്, ടിക്ക് ബാക്ക് ആൻഡ് ആന ഡും പേസ്റ്റ് സെറ്റിങ്സ് ഡും പൊളിയായി. ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ദിസ് ഈസ് ദി ആഫ്റ്റർ. നീറ്റായിട്ട് ബാക്കിലെ മാലയൊക്കെ തൂക്കിയിട്ടുണ്ടല്ലോ അമ്പലത്തിനകത്ത്. സോ അതൊക്കെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ദിസ് തിങ് നോക്കിയോട്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. യെസ്. അപ്പം ഒന്നുകൂടി ഭംഗിയിലായിട്ടുണ്ട്. വേണേലും നമുക്ക് കളർ ഇത് വേണം കൂട്ടാം, അതായത് ഇതിൻ്റെ എക്സ്പോഷറോ കാര്യങ്ങളൊക്കെ കൂട്ടുക എന്ന് വെച്ചാൽ ഒന്നും കൂടി കിട്ടുന്ന തോന്നുന്നവർക്ക് കൂട്ടാം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇനി കുളമാക്കുന്നില്ല. ഓക്കെ, ഓൾ ഗുഡ്. അപ്പോൾ നമുക്കിതിനെ സേവ് ആക്കാം. ആൻഡ് യു ക്യാൻ സീ ദിസ് ഈസ് ദ ബിഫോർ ആൻഡ് ഓബിയസ്ലി ദിസ് ഈസ് ദി ആഫ്റ്റർ. ഒരു പ്രീസെറ്റ് ഇട്ട് കൊടുത്തിട്ട് മാത്രം നമ്മൾ ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ഫോട്ടോ നമ്പർ 5. ഇതാണ് നമ്മുടെ ഫോട്ടോ നമ്പർ 5 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സാധനം. ആൻഡ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ള ആളിനെയൊക്കെ ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ ഈ ഫോട്ടോ ചൂസ് ചെയ്ത ശേഷം നമ്മൾ ശ്രദ്ധിച്ചത്, ഈ ഫോട്ടോനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഇൻ്റർസെപ്റ്ററിൻ്റെ ബൈക്കിൻ്റെ താഴെ കുറച്ച് വേസ്റ്റ് കിടക്കുന്നത്, ബൈക്കിൻ്റെ പുറകിൽ വേസ്റ്റ് കിടക്കുന്നത്. ആൻഡ് ഈ സൈഡുകളൊക്കെ കുറച്ച് ഒരു വേസ്റ്റ് മയമുണ്ട്. സോ ഒരിക്കലും ഒരു ഫോട്ടോ എടുക്കുമ്പം വേസ്റ്റിൻ്റെ അടുത്ത് നിന്നിട്ടോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും പേപ്പർ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, ബോട്ടിൽസ്, അതും സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ബിക്കോസ് കേരളം അങ്ങനെയാണ്, ഫുള്ള് വേസ്റ്റ് കിടക്കേണ്ടത്. നമ്മുടെ കണ്ണിക്ക് അത് യൂസ്ഡായി, അത് വേസ്റ്റാണ്, അവിടെ നിൽക്കരുതെന്ന് അങ്ങനെ തോന്നുന്നത് പോലും ഇല്ല. അങ്ങനെ യൂസ്ഡായി നമ്മൾ. ശരിക്കൊരു പട്ടിശോക പരിപാടിയാണ്. ശരിക്കും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴെങ്കിലും ആ വേസ്റ്റ് നിന്ന് മാറി നിന്ന് ഫോട്ടോ എടുക്കും. ബിക്കോസ് ഭയങ്കര ബോറാണത് ഫോട്ടോനകത്ത് കളയാനൊക്കെ. സോ ഇതൊക്കെ ഹീൽ ചെയ്ത് കളയണം. ശരിക്കും ഇത് ലൈറ്റ് റൂമിനകത്ത് ഹീലിംഗ് ഓപ്ഷനൊക്കെ പെയ്ഡാണ്. അതുകൊണ്ട് APK മോഡ് ഡൗൺലോഡ് ചെയ്യും ബ്രോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാനല്ലേ, എനിക്ക് വയ്യ സംഭവം. അതാണ്. അപ്പം എടുക്കുന്ന നേരത്തെങ്കിലും പരിസരം ക്ലീനാക്കി വെച്ചിട്ട് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ മാറി നിന്നിട്ടെങ്കിലും ഫോട്ടോ എടുക്കുക. ഇതൊന്നും ഇടരുത് പറഞ്ഞാൽ ആരും ഇടാതിരിക്കാനൊന്നും പോകുന്നില്ല. സ്വയമായിട്ട് തോന്നണം, എന്നാലേ ഇടാതെ ഇരിക്കുള്ളൂ. നമ്മളൊരാൾ പറഞ്ഞിട്ട് ഒരാളെങ്കിലും നന്നാവണമെങ്കിൽ ഓക്കെ ബ്രോ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഡസ്റ്റ്ബിൻ്റെ സൈഡ് കൊണ്ടിടുക, ഡസ്റ്റ്ബിന്നിലിടുക, ഒരു സൈഡ് കൂട്ടിയെങ്കിലും വെക്കുക. അറ്റ്ലീസ്റ്റ് ഇതാ പറയാനുള്ളൂ, ഒരു സൈഡ് കൂട്ടിയെങ്കിലും വെക്കുക. വേസ്റ്റ് പറന്ന് വലിച്ചെറിയണേക്കാൾ നല്ലത് സൈഡിക്കെങ്കിലും ആക്കി വെക്കുക. അതെങ്കിലും ചെയ്താൽ അത്രയും നല്ലത്. ഓക്കെ, എവിടേക്കോ പോയി സംഭവം. എന്താണ് ഈ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്? പ്രീസെറ്റ് ഇട്ടിട്ടല്ല, മാനുവലായിട്ട് പെടാൻ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് റോൾ ദ ടൈം ലാപ്സ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ ഒരു മൂടി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ടോണിലാണ് ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ഇൻ്റർസെപ്റ്റർ ആയതുകൊണ്ട്, റെഡ് ആയതുകൊണ്ട് അത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫോട്ടോ ഫൈനൽ എഡിറ്റഡ്. ആൻഡ് ഐ ഷോ യു ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ദിസ് ഈസ് ദ ബിഫോർ ഓഫ് ദ ഫോട്ടോ ആൻഡ് ഓബിയസ്ലി ദിസ് ഈസ് ദി ആഫ്റ്റർ ഓഫ് ദ ഫോട്ടോ. പൊളിയായിട്ടില്ലേ? യെസ്.
ഇനി നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് കിടക്കാം. അടുത്ത ഫോട്ടോ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ. ദിസ് ഫോട്ടോ ഒരു കുട്ടി ബീച്ചിൻ്റെ സൈഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ്. കുഞ്ഞാടുകളെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് പ്രീസെറ്റ് ഇട്ട് എഡിറ്റ് ചെയ്യാം. പടാന്ന് പരിപാടി തീർക്കാമല്ലോ. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേറെ ഒരു പ്രീസെറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാം. മേ ബി ഒരു ഓർക്കിഡ് എന്ന് പറഞ്ഞുള്ള പ്രീസെറ്റ് എന്ന് വെച്ചോ. കോപ്പി സെറ്റിങ്സ് കൊടുക്കുക, ബൂം, കുറേ ടിക്ക് ചെയ്യണം, ബാക്ക് ഞാൻ കുട്ടിനെ എടുത്തു. യെസ്, ഈ ഫോട്ടോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് വെച്ചാൽ പേസ്റ്റ് സെറ്റിങ്സ് എടുത്തു. യെസ്, ഓക്കെ, പൊളിയായിട്ടുണ്ട്. ബട്ട് എനിക്കതോ കളർഫുള്ളായ പോലെ തോന്നുന്നു. ഇത്ര കളർഫുൾ മീൻസ് ബ്ലൂവും ഓറഞ്ചൊക്കെ വന്നിട്ട് എന്തോ ഒരു എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പം അണ്ടു കൊടുത്തിട്ട് ബാക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും വേറെ പ്രീസെറ്റ് ഇട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് നോക്കാം. മേ ബി ബീറ്റിൽസ് ആണെന്ന് വെച്ചോ. ബീറ്റിൽസ് എടുത്തു, ആൻഡ് കോപ്പി സെറ്റിങ്സ് കൊടുത്തു. യെസ്, എല്ലാം കോപ്പി, ബാക്ക് വരിക, ഇതെടുക്കുക, ബീറ്റിൽസ് എടുത്തു, പേസ്റ്റ് സെറ്റിങ്സ്, ഫൈൻ. അങ്ങനെ നമ്മുടെ ബീറ്റിൽസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. യെസ്, ദിസ് ഈസ് ദ ബിഫോർ ഓഫ് ദ ഫോട്ടോ ആൻഡ് ഒബ്വിയസ്ലി ദിസ് ഈസ് ദി ആഫ്റ്റർ ഓഫ് ദ ഫോട്ടോ. പൊളിയായിട്ടില്ലേ? യെസ്, അപ്പോൾ ഒന്നും കൂടി വെളിച്ചെത്തി, ഒന്നും കൂടി സിമ്പിളായിട്ട്. യെസ്, ബിഫോർ ഒന്നും കൂടി ഡാർക്കിഷ് ആണ്, ആഫ്റ്റർ ഒന്നും കൂടി ഒന്ന് കളർഫുള്ളാക്കി വന്നിട്ടുണ്ട്. യെസ്, ആ കുട്ടീനെയൊക്കെ നീറ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. സോ അതാണ് പ്രീസെറ്റിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ടക്കാന്നൊരു ഫോട്ടോൻ്റെ ലൈഫ് തന്നെ ദിസ് ടു ദിസ് ആക്കി നോർമലൊരു ഫോട്ടോ ആയിരിക്കും, അതിനെ പെട്ടെന്ന് വേറൊരു സംഭവത്തിലേക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. യെസ്, ആൻഡ് ഫൈനലി മൂവിങ് ഓൺ ടു അവർ ലാസ്റ്റ് ഫോട്ടോ ഒബ്വിയസ്ലി ഒരു പയ്യൻ നൈസായിട്ട് വാക്കിൽ ഓടി നടന്ന് പോവുകയാണ്. ട്രെയിൻ ട്രാക്കാന്ന് തോന്നുന്നു. യെസ്, ട്രെയിൻ ട്രാക്കാണ്, അതിലൂടെ നടന്നു പോവാണ്. ആ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണേ. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ ടൈം ലാപ്സ്, യു നോ. യെസ്, ഇത് മതി, ഡൺ. അപ്പം ഗായ്സ് ഫൈനലായിട്ടുള്ള പിക്ചറും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗാഡ്. ആൻഡ് ദിസ് ഈസ് ദ ബിഫോർ, ഫുള്ളി ഡാർക്കാണ് ബിഫോർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ആഫ്റ്റർ. അപ്പം ഞാൻ പറയാനുള്ള ഈ പിക്ചറിനെ കുറിച്ച്, ഇങ്ങനെ ഡാർക്കായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് നീറ്റായിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ പിക്ചർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, എപ്പോഴും ഫോട്ടോ കാണുന്ന നമ്മളൊരു ക്യാമറ ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് എടുക്കണതിനേക്കാൾ ഒരു പൊടി എക്സ്പോഷർ കുറച്ച് വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പോഴാണ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഫുള്ള് എല്ലാം ഇപ്പോൾ കാണുന്നില്ലേ, മുകളിലുള്ള ആകാശം വരെ, അതായത് ഈ ക്ലൗഡിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ആയിട്ട് ക്ലൗഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു ഭംഗിയുണ്ട് ഫോട്ടോന് അല്ലേ. ബിക്കോസ് ഈ ബിഫോറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർ എടുക്കുമ്പോൾ തന്നെ അത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. അത് എക്സ്പോഷർ കുറച്ച് വെച്ചിട്ട് എടുത്ത് വെച്ചത് പോലുള്ള അടിപൊളി ഫോട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓൾ ഗുഡ്, ദാറ്റ്സ് ഇറ്റ്. സോ ഫ്രണ്ട്സ്, അപ്പം അങ്ങനെയാണ് നമ്മൾ അടിപൊളിയായിട്ട് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുക. അപ്പം ഇനി എത്ര ഫോട്ടോസ് ബാക്കിയുണ്ട്? 17,800 ചില്ലാൻ ഫോട്ടോസ് ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫുൾ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഷോർട്ട് ചെയ്ത് കുറേ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വീഡിയോ ആയിട്ട് ഭാവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോസ് അതിലുണ്ടാവും. അപ്പം ഇതിനകത്ത് ഫോട്ടോസ് ഉള്ളവർക്ക് കൺഗ്രാജുലേഷൻസ് ആൻഡ് സെലിബ്രേഷൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രീസെറ്റിൽ എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളങ്ങനെ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് പ്രീസെറ്റിൽ കുറച്ചും കൂടി അടിപൊളി ബ്യൂട്ടിഫുൾ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി ബാങ്കർ ആൻഡ് ബ്യൂട്ടിഫുൾ, സ്പെല്ലിംഗ് തെറ്റിച്ചു, ബ്യൂട്ടിഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ബി ക്രിയേറ്റീവ്. ഓ മൈ ഗാഡ്, ശരിയെന്ന് പോയിട്ട് നല്ല ഫുഡ് അടിക്കണം, കിടന്നുറങ്ങണം. അതാണ് അടുത്ത പരിപാടി. ഓക്കെ, ബൈ.